ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ചന്ദ്രബോസ് ഗോപാലേട്ടൻ്റെയും ശാരദാമ്മയുടെയും കയ്യിൽ വിലങ്ങൊക്കെ അണിയിച്ചിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കി ചിരിക്കുവാണ്. ഭാര്യയുടെ കഴുത്തിലൊരു മാല വാങ്ങിക്കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താ, കഴുത്തേലോട്ടൊരു കുരുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നല്ലേടോ ഗോപാലകൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. ചന്ദ്രബോസിൻ്റെ ആ പരിഹാസം കേട്ട് ഗോപാലവേട്ടൻ ചന്ദ്രബോസിനെ ഡാ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. കാക്കിയിട്ട പോലീസുകാരനെ ഡാന്ന് വിളിച്ചോടാ, അടിച്ചതിൻ്റെ ഷേപ്പ് ഞാൻ മാറ്റും എന്നും പറഞ്ഞ് ചന്ദ്രബോസ് അടിക്കാനായിട്ട് ഓങ്ങുന്നുണ്ട്. ശാരദാമ്മയാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുക. ചുറ്റും ആൾക്കാരൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമല്ലേ. നാണക്കേടും സങ്കടവും വരുന്നുണ്ട് ശാരദാമ്മയ്ക്ക്. ആ സമയത്ത് ശാലിനിയും വിഷ്ണുവും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനി നോക്കുമ്പോൾ മുറ്റം നിറച്ച് പോലീസുകാരും നാട്ടുകാരും എല്ലാം നിൽക്കുന്നു. അവരുടെ ഇടയിൽ അച്ഛനും അമ്മയും കൈവിലങ്ങണിയിച്ച് ചന്ദ്രബോസ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ശാലിനിക്കും വിഷ്ണുവിനും സങ്കടം വരുന്നുണ്ട്. പക്ഷേ വിഷ്ണു ഒന്നും മിണ്ടാതെ അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. ശാലിനി ഓടി വന്ന് അമ്മയുടെ കൈക്ക് പിടിച്ച് അമ്മയെന്നിങ്ങനെ സങ്കടത്തോടെ വിളിക്കുന്നുണ്ട്. ശാലിനി ദേഷ്യത്തോടെ ചന്ദ്രബോസിനോട് ചോദിക്കുന്നു, മിസ്റ്റർ ACP, ഇവരെ ഇങ്ങനെ ഒരു കെട്ടുകാഴ്ച പോലെ വിലങ്ങണിയിച്ച് നിർത്താൻ എന്ത് കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്? അത് മേഡം, നസീറിനെ കൊന്ന കേസിന് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ശാലിനിയാകെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ തിളച്ചു നിൽക്കുക. അതിനെന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അത് പറയണം നിങ്ങൾ. സാഹചര്യ തെളിവുകളുണ്ട് മേഡം. നസീർ അവസാനമായി ഫോൺ വിളിച്ചത് ഇവിടെ വെച്ചാണ് എന്നിങ്ങനെ പറയുമ്പോൾ അത് നസീറിന്റെ ബാപ്പയുടെ മൊഴിയല്ലേ? പിന്നെ ആ നായി കടിച്ചുകൊണ്ടു വന്ന കൈപ്പത്തി ഇവരുടെ പറമ്പിൽ നിന്നാണ് മേഡം കിട്ടിയത്. അതിനാണെങ്കിൽ ആ കുമാരൻ്റെ മൊഴിയുമുണ്ട്. അത് കേട്ട് ശാലിനി ചോദിക്കുക, ഈ കുമാരൻ എന്ന് പറയുന്ന ആൾ സാധാരണ ഒരാളല്ലേ, അല്ലാതെ ഫോറൻസിക് ഉദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ. അതും പോരാഞ്ഞിട്ട് ഫോറൻസിക് ലാബിൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും? ഞാൻ അതിന് സമ്മതിക്കത്തില്ല. അപ്പോൾ ചന്ദ്രബോസ് പറയാം, മേഡത്തിൻ്റെ അച്ഛനെയും അമ്മയും രക്ഷിക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. എനിക്കതുപോലെ തന്നെ എൻ്റെ മേലുദ്യോഗസ്ഥരുടെ ആജ്ഞയും ഓർഡറും അനുസരിക്കേണ്ടതായിട്ടും ഉണ്ട് മേഡം. ഒരു കർത്തവ്യധീരനായ പോലീസുകാരനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിത് അനുസരിച്ചേ പറ്റൂ എന്നൊക്കെ തറപ്പിച്ച് തന്നെ ഇങ്ങനെ ചന്ദ്രബോസ് ശാലിനിയോട് പറയുവാണ്. അവൻ്റെ അഹങ്കാര വർത്തമാനം കേട്ട് ശാലിനി പറയുക, ഒരു ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ശാലിനി വിഷ്ണുവിൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഒന്ന് സാധിച്ച് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പൊൻതൂവൽ ഈ ശാലിനി വിഷ്ണുവിൻ്റെ വകയായിട്ട് ACPക്ക് ഞാനായിട്ട് അങ്ങോട്ട് അണിയിച്ചു തരും. എന്താ, പറ്റുമോ മിസ്റ്റർ ACP എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ വലിയ ധൈര്യത്തോടെയാണ് സംസാരിക്കുന്നത്. ചന്ദ്രബോസും കട്ടയ്ക്ക് തന്നെ നിൽക്കുവാണ്. സോറി മാഡം, എനിക്ക് എൻ്റെ മേലുദ്യോഗസ്ഥരെ അനുസരിച്ചേ പറ്റൂ. എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ടുപോവുക. അതിന് ലാബ് റിസൾട്ട് വരട്ടെ. നസീർ കൊല്ലപ്പെട്ടോ എന്നുള്ളത് അറിയണമല്ലോ. നസീറിൻ്റെ കൈപ്പത്തി തന്നെ ആണോ എന്നൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് പോരെ? അതിന് നസീർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു മാഡം. അത് സത്യമായ കാര്യം തന്നെയാണ്. ചന്ദ്രബോസ് അങ്ങനെ പറയുമ്പോൾ ശാലിനി ദേഷ്യത്തോടെ, അപ്പോൾ കൊന്നത് നിങ്ങളാണല്ലേ മിസ്റ്റർ ACP? അയ്യോ ഞാനോ? മാഡം എന്തായി പറയുന്നത്? അല്ലാതെ വ്യക്തമായ തെളിവുകളൊന്നുമില്ലാതെ നസീർ കൊല്ലപ്പെട്ടു എന്ന് കൃത്യമായി പറയണമെന്നുണ്ടെങ്കിൽ അത് കൊന്ന ആൾക്കല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ ചന്ദ്രബോസ് ഒരു പരിഹാസ ചിരിയോടെ പറയുക, മേഡത്തിന് എന്തായാലും മേഡത്തിൻ്റെ അച്ഛനെ അമ്മയെ രക്ഷിച്ചേ പറ്റൂ. പക്ഷേ എനിക്കിവരെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന പോലീസുകാരോട് പറഞ്ഞു, ഡാ പിടിച്ച് കയറ്റടാ അവരെ രണ്ടുപേരെയും വണ്ടിയിലോട്ട്. അത് കേട്ടൊരു പോലീസുകാരനും ഒരു വനിതാ കോൺസ്റ്റബിളും വന്ന് ശാരദാമ്മയും ഗോപാലേട്ടനെയും പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റുന്നുണ്ട്. ഇതെല്ലാം ശാരിക ഇങ്ങനെ സങ്കടത്തോടെ കണ്ടു നിൽക്കുവാണ്. വിഷമത്തോടെ ശാലിനിയോട് പറഞ്ഞു, ശാലിനി, നമ്മുടെ അച്ഛനെയും അമ്മയും കൊണ്ടുപോകുന്ന കണ്ടോ? ശാലിനിക്കും വിഷ്ണുവിനും ഒന്നും മിണ്ടാനോ പറയാനോ സാധിക്കുന്നില്ല. അവരിങ്ങനെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ ചന്ദ്രബോസ് അങ്ങനെ വിജയിച്ച ഭാവത്തിൽ ശാലിനിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറയാം, അപ്പോൾ വരട്ടെ മാഡം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിയുന്ന ആ നേരത്ത് തന്നെ ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. ചന്ദ്രബോസ് നോക്കുമ്പോൾ ശിവരഞ്ജിനി മേഡമാണ് അതിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോഴേ ചന്ദ്രബോസിൻ്റെ മനസ്സിൽ കത്തിക്കഴിഞ്ഞ് ഈ പണി പാളിയല്ലോ എന്ന്. ശിവരഞ്ജിനി മേഡത്തിനെ കണ്ടുകൊണ്ട് ചന്ദ്രബോസും മറ്റുള്ള പോലീസുകാരും ഒക്കെ സല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചന്ദ്രബോസ് ഇങ്ങനെ കലി ഉള്ളിൽ അടക്കി നിൽക്കുവാണ്. അങ്ങനെ ശിവരഞ്ജിനി മേഡത്തെ കണ്ടതോടെ വിഷ്ണുവിനും ശാലിനിക്കും ഒക്കെ നല്ല സന്തോഷം വരുന്നുണ്ട്. അങ്ങനെ ചന്ദ്രബോസിനെ ശിവരഞ്ജിനി മേഡം ശരിക്ക് കളിയാക്കുന്നുണ്ട്. മിസ്റ്റർ ACP, നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുകയാണ്. ഇത്രയും കർത്തവ്യധീരനായ ഒരു പോലീസുകാരൻ ഊണ് ഉറക്കം ഒക്കെ കളഞ്ഞ് ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യുവാണ്. ഇതിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണെന്ന് ചന്ദ്രബോസിന് മനസ്സിലാകുന്നുണ്ട്. മിസ്റ്റർ ACP, നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, നസീറിൻ്റെ തിരോധാനത്തെക്കുറിച്ചുള്ള കേസ് അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും ഡെവലപ്മെൻ്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അറസ്റ്റ് നടക്കുമ്പോൾ എന്നെ അറിയിച്ചില്ല? അത് മാഡം, IG യുടെ നേരിട്ടുള്ള ഓർഡറായിരുന്നു.
അതെയോ, അപ്പോൾ IG പറഞ്ഞിരുന്നോ എന്നെ അറിയിക്കേണ്ടെന്ന്? അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞില്ല മേഡം. പിന്നെ ഇവരെ എന്തിനാണ് നിങ്ങൾ വന്ന് അറസ്റ്റ് ചെയ്തത്? അതിന് മേഡം സാഹചര്യ തെളിവുകളുണ്ട്. നസീർ ഇവിടെ വന്നാണ് അവസാനമായിട്ട് ഫോൺ വിളിച്ചത്. അതുമാത്രമല്ല മേഡം, ഇവിടെ നിന്നാണ് ആ കൈപ്പത്തിയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവർ തന്നെ ആയിരിക്കും മേഡം കൊന്നത്. ആഹാ, അത് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അപ്പോൾ മേഡം ഫോറൻസിക് റിപ്പോർട്ടൊക്കെ കിട്ടിയടോ എന്ന് പറഞ്ഞിട്ട് കൂടെ വന്ന പോലീസുകാരുടെ ശിവരഞ്ജനി പറയുന്നുണ്ട്, ആ റിപ്പോർട്ടിങ് എടുക്ക്. ഈ റിപ്പോർട്ട് പ്രകാരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ നസീറിൻ്റെ ബാപ്പ അബൂബക്കർ ആയിരിക്കത്തില്ലെന്ന് മാത്രം. ഈ റിപ്പോർട്ട് പ്രകാരം അബൂബക്കറിൻ്റെ DNA ടെസ്റ്റും നസീറിൻ്റെ DNA ടെസ്റ്റും തമ്മിൽ യാതൊരു തരത്തിലും മാച്ച് ആകത്തില്ല എന്നിങ്ങനെ ശിവരഞ്ജനി മേഡം പറയുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കേട്ട് ജീപ്പിലിരുന്ന ശാരദാമ്മയ്ക്കും ഗോപാലേട്ടനും വലിയ സന്തോഷമാകുകയാണ്. അവരിങ്ങനെ പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. വിഷ്ണുവും ശാലിനിയും ശാരികയൊക്കെ ഇങ്ങനെ ആശ്വാസത്തോടെ നിൽക്കുവാണ്. അവിടെ നിൽക്കുന്ന കുറുപ്പ് സാറും മറ്റുള്ളവർക്കൊക്കെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ദേ വായിച്ച് നോക്കി റിപ്പോർട്ട് എന്നും പറഞ്ഞ് ശിവരഞ്ജനി മേഡം ആ റിപ്പോർട്ട് ചന്ദ്രബോസിന്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. ചന്ദ്രബോസ് ആ റിപ്പോർട്ട് വായിച്ചിട്ട് പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. എന്നിട്ട് ആ റിപ്പോർട്ട് തിരിച്ച് പിടിച്ചു വാങ്ങിച്ചിട്ട് ശിവരഞ്ജനി പറയുന്നു, ഇവരെ റിലീസ് ചെയ്യ എളുപ്പം. വളരെ പ്രതീക്ഷയോടെ വന്ന ചന്ദ്രബോസിന് ഇങ്ങനെ ഒരു അടി കിട്ടുമെന്ന് അയാൾ പ്രതീക്ഷിച്ചില്ല. അവരെ റിലീസ് ചെയ്യടോ എന്നിങ്ങനെ പറയുമ്പോൾ കൂടെ വന്ന പോലീസുകാർ ശാരദാമ്മയും ഗോപാലേട്ടനെയും ആ ജീപ്പിൽ നിന്ന് ഇറക്കുന്നുണ്ട്. ഇനി അവരെ റിലീസ് ചെയ്യ് എന്നിങ്ങനെ ഓർഡർ ഇടുവാണ് ശിവരഞ്ജനി മേഡം. അങ്ങനെ ശാരദാമ്മയുടെയും ഗോപാലേട്ടൻ്റെയും കയ്യിലെ വിലങ്ങഴിക്കാൻ വേണ്ടി ആ പോലീസുകാർ ചാവിയും കൊണ്ട് വരുമ്പോൾ, എന്നെ അറിയിക്കാതെ വന്ന് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള കലാപരിപാടിയായിട്ടൊക്കെ വന്നതല്ലേ, അപ്പോൾ ഇവരെ റിലീസ് ചെയ്യുന്നത് താൻ തന്നെ അങ്ങ് ചെയ്താൽ മതി. ആ ചാവി വാങ്ങിക്കടോ, ആ ചാവി വാങ്ങിച്ച് താൻ തന്നെ റിലീസ് ചെയ്താൽ മതി. ചന്ദ്രബോസിനത് വല്ലാത്ത നാണക്കേടായിപ്പോയി. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചൊക്കെ ശിവരഞ്ജനി മേഡം ഇങ്ങനെ പറഞ്ഞത്. അവിടെ നിന്നുകൊണ്ട് കുറുപ്പ് സാറ് പറയാം, അതേതായാലും കലക്കിയിട്ടുണ്ട്. വിഷ്ണുവും ശാലിനിയും ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുവാണ്. ചന്ദ്രബോസാകാൻ നാണം കെട്ട ഒരു പരുവത്തിൽ ചന്ദ്രബോസ് ഉടനെ അത് മേഡം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുവാണ്. ലോക്ക് അഴിച്ചുവിടാനല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് യാതൊരു നിവൃത്തിയില്ലാതെ ഇങ്ങനെ വിഷമത്തോടെ ശാരദാമ്മയുടെയും ഗോപാലേട്ടൻ്റെയും കയ്യിലെ വിലങ്ങുകൾ ഇങ്ങനെ അഴിക്കുവാണ്. ശാരദാമ്മയ്ക്ക് ഇപ്പോഴൊരല്പം ധൈര്യമൊക്കെ വന്ന പോലെ ഇങ്ങനെ ചന്ദ്രബോസിനെ നോക്കിയിട്ട് പറയുന്നത്, സാറിൻ്റെ ഈ ഉരുക്കുവളയ്ക്കുണ്ടല്ലോ ഇത്രയൊക്കെ ആയുസേ ഉള്ളൂ. ഇപ്പോൾ സാറിന് മനസ്സിലായില്ലേ, എൻ്റെ ഭർത്താവ് പൊന്മള വാങ്ങി തന്നില്ലെങ്കിലും എനിക്ക് ഉരുക്കുവള വാങ്ങി തരില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ശാരദാമ്മ അങ്ങനെ ധൈര്യത്തോടെ പറയുന്നത് കേട്ട് ഗോപാലേട്ടനും അങ്ങ് സന്തോഷപ്പെടുകയാണ്. പുലി പോലെ വന്ന ചന്ദ്രബോസ് എലിയെപ്പോലെ നിന്നങ്ങനെ നാണം കെട്ട് മാനം കെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ശാലിനി ശിവരഞ്ജനി മേഡത്തിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, അച്ഛനെയും അമ്മയും രക്ഷിച്ചതിന്. സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ്. ഇവിടെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് ഞാനാണ് സോറി പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ ക്ഷമയോദിക്കുന്നു എന്ന് പറയുമ്പോൾ ശിവരഞ്ജനി മേഡത്തിനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. എനിക്ക് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇറങ്ങുവാണ് എന്ന് ശാലിനിയോട് പറഞ്ഞിട്ട് ശിവരഞ്ജനി മേഡം ഇറങ്ങാൻ നോക്കുവാണ്. എത്രയും പെട്ടെന്നുള്ള സ്ഥലം കാലിയാക്കിക്കോണം എന്ന് ചന്ദ്രബോസിന് താക്കീത് കൊടുത്തിട്ടാണ് ശിവരഞ്ജനി മേഡം പോകുന്നത്. ശാലിനി അടുത്തോട്ട് എന്ന് ചന്ദ്രബോസിനോട് പറയാ, മിസ്റ്റർ ACP ഊതിപ്പെരിപ്പിച്ചൊരു ബലൂൺ പോലെ കൊണ്ടുവന്നതല്ലേ, അതങ്ങ് പൊട്ടിപ്പോയി. എങ്കിലും അതോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്ക് അടുത്ത വഴി തെളിഞ്ഞു വരും, അപ്പം നോക്കാന്നേ. അപ്പോൾ വിഷ്ണു അടുത്തോട്ട് വന്നിട്ട് ചന്ദ്രബോസിനോട് പറയാം, ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. സർവീസിൽ നിന്നങ്ങ് രാജിവെക്കുക, ബാക്കിയുള്ള പോലീസുകാരെങ്കിലും രക്ഷപ്പെടട്ടെ. ചന്ദ്രബോസ് ഉടനെ ഡാ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. വിഷ്ണു കളിയാക്കിക്കൊണ്ട് പറയാം, ദേ ബഹളം ഒന്നും ഉണ്ടാക്കണ്ട, ദേ നോക്ക് ചുറ്റും ആളുകൾ നിൽക്കുക, എല്ലാവരും കൂടെ വന്ന് തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചാലുണ്ടല്ലോ ഒരു കുടുംബം തകർക്കാൻ വന്ന ഭീകരൻ്റെ അവസ്ഥയാ തനിക്കിപ്പോൾ. താനാണെങ്കിൽ ആകെ ഇങ്ങനെ തണുത്ത് നിൽക്കുമല്ലേ, ഇപ്പോഴവരെല്ലാവരും വന്ന് ദേഹത്തെ കൈവച്ചാലുണ്ടല്ലോ. അതുകൊണ്ട് ഇനി വേറെ ഒന്നും ആലോചിക്കണ്ട, തലയും താഴ്ത്തി അങ്ങ് നേരെ സ്ഥലം വിട്ടോ. അങ്ങനെ വിഷ്ണുവിൻ്റെ കളിയാക്കലും ചുറ്റും കൂടി നിൽക്കുന്നവരുടെ പരിഹാസത്തോടുള്ള നോട്ടമൊക്കെ കണ്ട് ചന്ദ്രബോസിനാകെ ദേഷ്യം കെട്ട് വാടോ എന്നും പറഞ്ഞ് എല്ലാവരെയും വിളിച്ചോണ്ട് ജീപ്പെടുത്തങ്ങ് പോവുകയാണ്. ശാലിനിയോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് തലയിലിരുന്ന തൊപ്പി ഇങ്ങനെ വലിച്ച കാറിലോട്ട് എറിയുവാണ് ചന്ദ്രബോസ്. സങ്കടപ്പെട്ട് നിൽക്കുന്ന ശാരദാമ്മയുടെ അടുത്തോട്ട് ചെന്ന് ശാലിനി ഇങ്ങനെ കൈക്ക് പിടിക്കുമ്പോൾ ശാരദാമ്മ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ശാലിനി അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. ശാലിനി ശാരദാമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് അങ്ങനെ അവരെല്ലാവരും അകത്തോട്ട് കയറി പോവുകയാണ്. ചന്ദ്രബോസിന് ഉടനെയൊന്നും ഈ കേസിൻ്റെ പുറകെ വരില്ല, അത്രയ്ക്ക് നാണം കെട്ടാണ് അയാൾ പോയിരിക്കുന്നത്. എന്നാലും അയാൾ വരുമ്പോളെ നിന്നെയും വിഷ്ണുവിനെയും അവൻ ശത്രുവായിട്ടല്ലേ കാണുന്നത്, എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒന്ന് സൂക്ഷിക്കണേ മക്കളെ എന്നൊക്കെ പറയുമ്പോൾ ശാലിനി പറയുക, അയാളുടെ നേർക്ക് നേരെ നിന്ന് പൊരുതിയിട്ടുള്ളത് വിഷ്ണുവേട്ടനാമ്മേ. അപ്പോൾ വിഷ്ണുവേട്ടനോട് നേരിട്ടൊന്നും ചെയ്യാൻ അയാൾക്ക് സാധിക്കത്തില്ല.
പിന്നെ വിഷ്ണുവേട്ടൻ്റെ ബന്ധുക്കളെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലുമൊക്കെ കേസുണ്ടാക്കാൻ അയാൾ നോക്കും. മോളിരിക്കും, ഞാൻ ചായ ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ വേണ്ടാമേ, ഞാനെന്താ വിരുന്നുകാരി വല്ലതുമാണോ, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നും പറഞ്ഞ് ശാലിനിയും ശാരദാമ്മയുടെ അടുക്കളയിലോട്ട് പോകുമ്പോൾ ശാരിക അവർക്കുള്ള ചായ ഉണ്ടാക്കി വെക്കുവാണ്. എത്ര നേരമായി ദാഹിച്ച് മനുഷ്യനെ തൊണ്ട വരണ്ട്. പോലീസും ബഹളമൊക്കെ ഒഴിഞ്ഞിട്ടല്ലേ വെള്ളം കുടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശാരദാമ്മ ശാലിനിയോട് പറയുന്നുണ്ട് സത്യാമ്മയുടെ വീട്ടിൽ പോയി താമസിക്കുന്ന കാര്യങ്ങളൊക്കെ. സത്യാമ്മ ഇതുവരെ നേരിട്ട് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലമ്മേ. മോളെ അങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? വിഷ്ണുവിനോടും അച്ഛനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ എത്രയോ തവണ സത്യാമ്മ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുള്ളതാമ്മേ. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അങ്ങനെ ശാലിനിയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ശാരികയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണ്. എല്ലാവർക്കും അനുകൂലമായ ഒരു തീരുമാനം മോളെ നീ എടുക്കണം, അല്ലാതെ നിന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് എന്ന് പറയുമ്പോൾ ശാരിക ദേഷ്യത്തോടെ പറയുക, ഇവളുടെ ജീവിതത്തിന് എന്താ കുഴപ്പം? ഇനി ഇതിൽ കൂടുതലൊന്നും വരാനില്ല. അവളുടെ പൊസിഷൻ കൊണ്ട് അവൾക്ക് നേരെ നിൽക്കാമല്ലോ. അതുപോലെയാണോ എൻ്റെ കാര്യം? എൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. ശാരിക അങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ പറയുക, എൻ്റെ മോളെ, മക്കളെ അങ്ങനെ വേർതിരിച്ച് കാണാൻ ഒരമ്മയ്ക്കും കഴിയില്ല. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ രാജീവൻ വരണ്ടേ? അല്ലാതെ നാട്ടിൽ നിൽക്കുന്ന അമ്മാവനോടും അമ്മയോടും സംസാരിച്ചിട്ട് എന്ത് കാര്യമാ? രാജീവൻ വന്നിട്ട് സംസാരിച്ചെങ്കിലേ എന്തെങ്കിലും കാര്യം നടക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ശാരിക വീണ്ടും ദേഷ്യപ്പെടുക. അപ്പോഴൊന്നും നടക്കത്തില്ലല്ലേ? അപ്പോൾ എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. ഞാൻ ആർക്കും ഒരു ശല്യമാകാതെ ഞാനങ്ങ് പൊയ്ക്കോളാം. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ചേച്ചി ഇങ്ങനൊന്നും പറയാതെ എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. ശാരികയ്ക്കൊരു നല്ല ജീവിതം കിട്ടുന്നതിൽ നല്ല അസൂയയുണ്ട്. ശാരിക ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ശാലിനി ശാരദാമ്മയോട് ചോദിക്കുന്നു, എന്താ അമ്മേ ചേച്ചി ഇങ്ങനെ നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്നത്? രാജീവ് സാറാണെങ്കിൽ വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. തിരക്കാണെങ്കിൽ പോട്ടെ, അത് കഴിഞ്ഞെങ്കിലും ഒന്ന് തിരിച്ച് വിളിക്കാമല്ലോ. അതുപോലും അദ്ദേഹം ചെയ്യുന്നില്ല. നമുക്കാർക്കും അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട്. അതൊന്നും അറിയാതെ നമുക്കിതിൽ ഇടപെടാനും പറ്റില്ല. ശാരദാമ്മയുടെ മക്കളല്ലേ നിങ്ങൾ, അതുകൊണ്ട് എന്തിനേയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും. രാഘവേട്ടനും പിള്ളയും കൂടെ സത്യമോളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നുണ്ട്. സത്യമോളെ ചായയൊക്കെ ഇട്ട് രാഘവേട്ടന് കൊടുക്കുന്നു. ഈ ചായ ഉണ്ടാക്കാനൊക്കെ എൻ്റെ മോൾ എങ്ങനെ പഠിച്ചു? അതൊക്കെ ഞാൻ ശാരദാമ്മയുടെ വീട്ടിൽ നിൽക്കുമ്പോഴേ പഠിച്ചു. ശാരദാമ്മയുടെ അതേ കൈപുണ്യം തന്നെ കൊച്ചുമകൾക്കും കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ രാഘവേട്ടൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനും പിള്ളച്ചേട്ടനും എപ്പോൾ വന്നു? ഞങ്ങളെ സത്യമോളെ ഇവിടെ കൊണ്ടുവന്നാക്കാമെന്നാ. അങ്ങനെ സത്യാമ്മ സ്കൂളിൽ ചെന്ന് സത്യയെ കൊണ്ടുവന്നതും ഡ്രസ്സ് മേടിച്ചു കൊടുത്തതും കമ്മലും ആഭരണമൊക്കെ ഇട്ട് കൊടുത്തതും എല്ലാം സത്യ അങ്ങനെ വിഷ്ണുവിനോട് പറയുവാണ്. അതൊക്കെ കേട്ട് വിഷ്ണു ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. രാഘവേട്ടനും പിള്ളയും പറയുന്നുണ്ട് സത്യാമ്മയുടെ മാറ്റത്തെക്കുറിച്ച്. ഒരുപാട് മാറ്റമാണ് ഭാമയ്ക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യാമ്മ തന്നെ വന്ന് ശാലിനിയെ കൂട്ടിക്കൊണ്ട് പോകും. അവരെല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ കഴിയും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.